ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ബീഹാർ, ഒഡീഷ, ഹരിയാന സംസ്ഥാനങ്ങളിലെ 11 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. ബീഹാറിൽ 5ഉം ഒഡീഷയിൽ 4ഉം ഹരിയാനയിൽ 2ഉം സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. 10 സംസ്ഥാനങ്ങളിലായി 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ മാസമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. 26 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ അവസരമുള്ളത്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളും അസമിൽ 126ഉം കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളാണ് ഉള്ളത്. 234 നിയമസഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-ന് വോട്ടെടുപ്പ് നടക്കും. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലാണ് ഇവിടെ പോളിംഗ്. എല്ലായിടങ്ങളിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന 6 സംസ്ഥാനങ്ങളിലും ഇത് ബാധകമായിരിക്കും. ചീഫ് സെക്രട്ടറി, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തുടങ്ങിയവർക്കുള്ള നിർദ്ദേശങ്ങളും കമ്മീഷൻ പുറപ്പെടുവിച്ചു. സർക്കാർ വാഹനങ്ങൾ, താമസ സൗകര്യങ്ങൾ തുടങ്ങിയവ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കില്ലെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. മന്ത്രിമാർ ഔദ്യോഗിക ചുമതലകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി കൂട്ടിച്ചേർക്കുകയോ സർക്കാർ സംവിധാനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, ജീവനക്കാർ എന്നിവയെ പ്രചാരണത്തിനായി ഉപയോഗിക്കാനോ പാടുള്ളതല്ല. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ സി വിജിൽ ആപ്പ്, ECI നെറ്റ് വഴി അറിയിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിൽ 2.7 കോടിയോളം സമ്മതിദായകരാണുള്ളത്. 1.31 കോടി പുരുഷ വോട്ടർമാരും 1.38 കോടി വനിതാ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട 277 പേരും ഉൾപ്പെടെയാണ് ഇത്. 100 വയസ്സിലേറെ പ്രായമുള്ള 1571 വോട്ടർമാർ സംസ്ഥാനത്തുണ്ട്. 4.24 ലക്ഷം കന്നി വോട്ടർമാരും 54,000-ലധികം സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9, 23 തീയതികളിലാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പൊതു സ്വകാര്യ സ്ഥലങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് പുതുച്ചേരി സർക്കാർ നിരോധിച്ചു. രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ പോസ്റ്റർ, ബാനർ, ആർച്ച് തുടങ്ങിയവ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാനാകുന്ന വിധത്തിൽ സ്വകാര്യ വ്യക്തികളുടെ വസ്തുക്കളിൽ സ്ഥാപിക്കരുതെന്ന് ഇതു സംബന്ധിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി ജനവിധി തേടും. അതേസമയം തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CPIM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഈ മാസം 23 വരെ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,61,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ദുബായിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സിന്റെ വിമാനം പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചിറക്കി. രാവിലെ 4:40-ന് തിരിച്ച വിമാനമാണ് 8:40-ഓടെ തിരുവനന്തപുരത്ത് തിരിച്ചിറക്കിയത്. വിമാനത്തിൽ 353 യാത്രക്കാരും 19 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഡൽഹി, ബംഗളൂരു, ചെന്നൈ, കൊച്ചി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ഖത്തർ എയർവേസ് പരിമിതമായ വിമാന സർവീസുകൾ നടത്തുമെന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഈ മാസം 18 മുതൽ 28 വരെയാണ് സർവീസുകൾ നടത്തുന്നത്. വിമാനങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കണമെന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഗോവയെ നേരിടും. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30-നാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.